വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചെമ്മീൻ കുടംപുളി ഇട്ട് വെച്ച കറിയാണ്. ചെമ്മീനും മാങ്ങായും പച്ചമാങ്ങായും കുടംപുളി ഇട്ട് വെച്ച നല്ല ഒരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് നമുക്ക് നമ്മുടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഇത് കഴിക്കുക, ഒന്ന് പരീക്ഷിക്കുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ശരിക്കും മാങ്ങയും ചെമ്മീനും കൂടി ഇട്ട് കറി വെക്കുന്നതാണ്. പക്ഷെ എൻ്റെ മാങ്ങയും ചെമ്മീൻ കുറവായത് കാരണം ഞാൻ കുടംപുളി കൂടെ ഉപയോഗിച്ചുകൊണ്ടേ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ കുടംപുളി തന്നെ ഇട്ട് ഉണ്ടാക്കാൻ നമുക്ക്, അല്ലെങ്കിൽ മാങ്ങ പുളി ഉള്ളതാണെങ്കിൽ മാങ്ങയും ചെമ്മീനും കൂടി ഇട്ട് കറി വെക്കാവുന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ചെമ്മീൻ വറുത്തരച്ചത് അത് വേറെ. നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെമ്മീൻ കുടംപുളി ഇട്ട് വെച്ച് നമുക്ക് സാധാരണ മീൻകറി വെക്കുന്നതിൽ വെച്ച് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം കാണാം. അപ്പൊ നമ്മള് ഒരു 1/4 കിലോ ചെമ്മീനേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇച്ചിരി വെക്കുന്നുള്ളൂ. ഇത് പിന്നെ ഒരു 1/4 മാങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട്, പുളി കുറവായതിന്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇച്ചിരി കരിയാപ്പില, ഒരു 2 ചോള വെളുത്തുള്ളി, ഒത്തിരി ഇടരുത്, പിന്നെ ഇച്ചിരി ഇഞ്ചി. പിന്നെ ഞാൻ ഇച്ചിരി കുടംപുളി എടുത്തിട്ടുണ്ട്, കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം ഇതിന്റെ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി എടുത്താൽ പുളി വേണം നമുക്ക്. മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ വേണ്ട, കുടംപുളി വേണ്ട, മാങ്ങ മാത്രം ഇട്ട് വെച്ചാൽ മതി. ഇനി നിങ്ങൾ മാങ്ങ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുടംപുളി ഇച്ചിരി ഏറെ എടുക്കണം. നമ്മൾ മീൻകറി വെക്കുന്ന പോലെയൊക്കെ എടുക്കണം, പുളി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ആദ്യം ഈ പൊടി നമുക്കൊന്ന് ചൂടാക്കി കൊണ്ടുവരണം കേട്ടോ. ഞാൻ 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്, എരിവില്ലാത്തത്. പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. ഇച്ചിരി ഒത്തിരി എടുക്കരുത്, നമുക്ക് അതിന്റെ ചുവ ഉണ്ടെങ്കിൽ ശരിയാകില്ല, ഇച്ചിരി എടുക്കാവുള്ളൂ. അപ്പൊ നമുക്ക് എന്നാ ചെയ്യണം, ആദ്യം നമുക്ക് ഈ പൊടി ഒന്ന് മൂപ്പിച്ച് വെച്ചിടണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ പച്ചപ്പ് മാറി കളർ മാറണം. വേണ്ട, ഇച്ചിരി മൂപ്പിക്കണം. ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല, ടേസ്റ്റ് മാറിപ്പോ. ഒന്ന് ചൂടാക്കിയിട്ട് പച്ചപ്പ് മാറുക അല്ലേ, ലോ ഫ്ലെയിമിലിട്ട് ആക്കാവുള്ളൂ. ഇച്ചിരി ചൂട്. അപ്പൊ നമ്മുടെ മുളക് പൊടി നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ച് വെച്ച് വരും. അപ്പൊ നല്ല കുറുകിയിരിക്കും കേട്ടോ. അപ്പൊ ചെമ്മീൻ നമുക്ക് കറി വെക്കാൻ പോവാണ്. ഞാൻ മാങ്ങ ഇച്ചിരി കഴിഞ്ഞേ ഇടുള്ളൂ, ഇച്ചിരി വെന്തിട്ടില്ല, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. ആദ്യം ഇച്ചിരി പച്ചമുളക് ചെമ്മീനകത്തോട്ട്, ചട്ടിക്കകത്ത് ചെമ്മീൻ ഇട്ടു. ഇനി ഇതിനകത്തോട്ട് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ കുടംപുളി ഞാനൊരു 3 ചുള എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാങ്ങ ഇടുന്ന കാരണം എടുത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് പിന്നെ നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി, കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ. നമ്മൾ ദാണ്ടെ അരച്ചു വെച്ച് നമ്മുടെ ഈ പരുവത്തിലാക്കി എടുക്കണം അല്ലേ. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് എന്നാ കിട്ടും, തിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാനൊന്ന് മുളക് ചൂടാക്കിയിട്ട് അരച്ചു വെച്ചത്. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ പോരെ. ഇനി മാങ്ങ എപ്പോഴാണ് ഇടുന്നത്? മാങ്ങ ഇച്ചിരി കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് വെന്ത് വന്നിട്ടിടാം. എല്ലാം കൂടെ ചെമ്മീൻ എല്ലാം കൂടെ വെന്ത് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം കേട്ടോ. ഇച്ചിരി വേവുള്ള ആ ചെമ്മീന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഒത്തിരി കുറുകി പോകും. ചാറെടുത്തായിരുന്നു ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വേണ്ടേ? മതി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വേവിച്ചു. അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി ഏകദേശം പറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ചേർക്കണം. ഇപ്പോൾ 1 തുള്ളി പോലെ എണ്ണ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ ഇത് പകുതി വേഗമായപ്പോൾ നമ്മുടെ മാങ്ങ ഇട്ടായിരുന്നേ, അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി ഇടാം എന്നെ വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മൾ മാങ്ങ ഒരു പകുതി വേഗമാകുമ്പോഴത്തേനും മാങ്ങയും കൂടി ഇട്ടു, അപ്പം കുടഞ്ഞു പോകാതെ കിട്ടും. ഞാൻ കുറച്ച് കരിയാപ്പിലയും കൂടി ഇങ്ങനെ ചുമ്മാ ഇട്ടതാണ്. ഞാൻ നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയെന്നാ നീ പറയുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ല. അപ്പൊ നമ്മുടെ കടുക് പൊടിച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇടാം. അടച്ചു വെക്കട്ടെ 2 മിനിറ്റ്. അപ്പൊ ഇത് നമ്മുടെ ചെമ്മീൻ ഇവിടെ മാങ്ങയും പുളിയൊക്കെ ഇട്ട് വെച്ച് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക രുചിയാണ്. നിങ്ങൾ എല്ലാവരും ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. നല്ല കപ്പപ്പുഴുക്കിൻ്റെ ഒക്കെ കൂടെ കൂടാൻ പറ്റിയ രീതിയിലുള്ളൊരു മീൻകറിയാണ്. അപ്പം ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.